ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മുന്നൂസ് ചാനൽ. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ, നമുക്കൊരുവിധം സുഖമാണ് കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം അമർത്തുക. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ താങ്ക്സ് കിട്ടും. ഇനി മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ. നമ്മൾ വീഡിയോയിലേക്ക് കടക്കല്ലേ. ഇന്ന് വൈകുന്നേരം ചായക്കടി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അതിന് കോഴിമുട്ടയും സേമിയവും വെച്ച് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴേക്കാണ് തോന്നി ഒരു അപ്പം ചുടട്ടെ. സേമിയവും കോഴിമുട്ടയും ഉണ്ടല്ലേ, പിന്നെ റവയും അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അത് സേമിയവും മുട്ടയും മാത്രം വെച്ച് ഉണ്ടാക്കുകയാണ്. പിന്നെ മക്രൂണി കേക്കൊക്കെ ഉണ്ടാക്കിയില്ല, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അത് വിചാരിച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സേമിയ വെച്ച് ഇങ്ങനെ അപ്പം ഉണ്ടാക്കാൻ ഒരുങ്ങുന്നത്. ഈ കേക്ക് എന്നും പറയും, അപ്പം എന്നൊക്കെ പറയും കേട്ടോ. കേക്കിൻ്റെ മാതിരി പൊങ്ങി വരുമൊന്നുമില്ല. മക്രൂണി കേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കൽ കേട്ടോ. സേമിയത്തിൻ്റെ കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏതായാലും സാധനം പോലെ സ്റ്റോക്കുള്ളതിനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തു നോക്കുന്നത്. ഇനിയിപ്പോൾ നന്നായില്ലെങ്കിൽ ഞാൻ നിങ്ങളെടുത്ത് മുന്നേ കാണിക്കാൻ വിചാരിച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. ഏതായാലും പരീക്ഷണങ്ങളാണല്ലോ, വിജയിച്ചിട്ടെ. നിങ്ങൾ കണ്ടോ, നമ്മളെ കോഴിമുട്ട നല്ല സെറ്റപ്പിലാട്ടോ നമുക്ക് കിട്ടുക. നല്ല ബോക്സിലൊക്കെ ആക്കി ഞാൻ മൂടിയൊക്കെ വെച്ച് ഞാൻ അടിപൊളിയാണ്. പിന്നെ അത് ചോന്ന മുട്ട കേട്ടോ. വെള്ള മുട്ട വാങ്ങുമ്പോൾ അത് കാർട്ടൂണിലാണ് കിട്ടുക. ഇത് ചോന്ന മുട്ട വാങ്ങുമ്പോൾ ഇറ്റാലും കേട്ടോ കിട്ടൽ. ഈ നമുക്ക് കോഴിമുട്ടൊക്കെ നിരത്തി വെക്കാൻ നല്ല സുഖമാണ്. ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ല. രണ്ട് കൈയോടൊക്കെ പിടിക്കാനുണ്ടോ, അല്ലാണ്ട് ട്രേ ഒലിഞ്ഞു പോകും. പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ്. ഈ ട്രേയിൽ ഒരു 30 മുട്ട കേട്ടോ ഉണ്ടാകുക. അതിട്ട് നമുക്കൊരു 8 എടുത്ത് ഇങ്ങനെയാണ് അപ്പം ചുടാൻ എടുക്കേണ്ടി. 2 പേർക്ക് സേമിയും എടുത്തിക്കുന്നത്. ആ സേമിയ നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുകയും വേണം. ഈ മുട്ട നമുക്ക് പഞ്ചസാര ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സി ഇട്ട് ഇങ്ങനെ ഒന്ന് നല്ലോണം കറക്കി എടുക്കണം കേട്ടോ. മുട്ട നല്ലോണം ഒന്ന് കേകിയിട്ട് വേണം കേട്ടോ പൊട്ടിച്ച് മിക്സിയിലേക്ക് ഒഴിച്ചെടുക്കാൻ. ഇനി പാത്രത്തിലേക്ക് ഒഴിച്ച് ഇങ്ങനെ മിക്സിയിൽ കിട്ടുകൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു മുട്ട കേടെങ്ങാനുണ്ടെങ്കിൽ ഒന്നായിട്ട് ഇങ്ങനെ നമ്മൾ പൊട്ടിച്ച് വയ്ക്കുമ്പോൾ എല്ലാ മുട്ടയും കേടുന്നൂലേ. അപ്പോൾ ഞാൻ ഏതെല്ലാം ശ്രദ്ധിക്കാണ്ട് ഞാൻ ഫുള്ള് ഇതിലൊക്കെ തന്നെ മിക്സിയൊക്കെ തന്നെ ഒഴിച്ച് കൊടുത്താട്ടെ. പുതിയ മുട്ടാണുള്ളൊരു വിശ്വാസം ഉണ്ടായതിനെക്കൊണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ വെക്കുമ്പോൾ ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കേടുന്ന് നോക്കില്ല. ഇവിടെ ഡേറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. കോഴിമുട്ടൊക്കെ ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് തരുമെന്നില്ല. ഈ കോഴിമുട്ടമ്മയൊക്കെ ഡേറ്റ് ഉണ്ടാവലുണ്ട്. ഞാനിത് പൊട്ടി ചോദിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്നത്. ഈ മുട്ടയും പൊട്ടി ചോദിച്ച് അതിൻ്റെ മുകളിലൊക്കെ ഞാൻ ലാസ്റ്റിൽ ഒന്നുകൂടി പൊട്ടി ചോദിക്കുമ്പോൾ ആ മുട്ടക്ക് എന്തോ കേടെങ്ങാനുണ്ടെങ്കിൽ എല്ലാം പോയില്ലേന്ന്. അത് ആദ്യം കണ്ടിട്ട് ചിന്തിച്ചോല്ല കേട്ടോ. ഏതായാലും ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാണ്ടി ഓരോരോ പാത്രത്തിലേക്ക് ഓരോന്ന് ഒഴിച്ചിട്ട് മിക്സിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടത്. പിന്നെ മധുരം നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ചിട്ട് കൊടുത്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. പിന്നെ സേമിയത്തിനും ഇതിലെ മധുരം എത്തൂലല്ലോ. നല്ലോണം ഈ കോഴിമുട്ടൻ്റെ ഇതിൽ തന്നെ വേണം നല്ലോണം പഞ്ചസാര. എന്നെങ്കിലേ നമ്മളെ അതിലിടുന്ന മക്രൂണി ആയാലും സേമിയ ആയാലും അതിലൊക്കെ മധുരം എത്തുമല്ലോ. പിന്നെ ഇതിലൊക്കെ ഞാൻ ഏലക്കായൻ്റെ പൊടിയാണ് ഇട്ടെടുത്ത് പഞ്ചസാരയും കൂട്ടി പൊടിച്ച് വെച്ചതാണ്. ഏലക്കായ മുഴുവൻ നല്ല ഇട്ടെടുത്തത്. അങ്ങനെ അതും കൂടി കൂട്ടിയിട്ടാണ് മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മളുടെ വിറയിലേക്ക് പാർന്നെടുത്തേക്കുന്നത്. ഇനി നമുക്ക് സേമിയ വേവിക്കാൻ വെക്കണം കേട്ടോ. നാട്ടിലത്തെ ആ സേമിയ അല്ല, ഇവിടെ നേരിയ സേമിയ കാണും. പിന്നെ നല്ല വറുത്ത സേമിയ കാണും കേട്ടോ. അതിനെക്കൊണ്ട് എത്ര അളവ് വേണ്ടിയൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു സുമാർ അളവിന് ഞാൻ എടുക്കാൻ 2 പേക്കും പൊട്ടിച്ച് ഞാൻ വെള്ളത്തിലിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മളെ കോഴിമുട്ട അടിച്ചിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് എടുത്തു കേട്ടോ. അടിക്കും പെടാൻ മറന്നതിനെക്കൊണ്ട് ഞാനിപ്പം തന്നെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ അങ്ങ് മറന്നു പോകുമല്ലോ. ഈ മധുരം ബാലൻസ് ചെയ്യാനാണല്ലോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കൽ. ഇങ്ങനെ വെള്ളം അടുപ്പത്ത് വെച്ച് തെളിച്ചിന് കേട്ടോ. അതിലേക്ക് ഒരു സേമിയം പൊട്ടിച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുത്ത സേമിയം പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ സേമിയ നമ്മൾ വേവിക്കാണ്ട് ഇട്ടിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ ഈ മുട്ടൻ്റെ ഉള്ളിൽ നിന്ന് വെന്തോളണമെന്നില്ലല്ലോ. അത് വേഗം ഉറച്ചു പോകുമല്ലോ. ചിലപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ സ്വീപ്പാണല്ലോ വെച്ചിട്ടാട്ടോ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അധികം വേവിച്ചിട്ടൊന്നുമില്ല, വേഗമൊന്നും ഉണ്ടാവില്ലല്ലോ സേമിയത്തിനൊന്നും. ഒന്ന് വെള്ളത്തിലിട്ട് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടാണെങ്കിൽ ഒരു സുഖമാണല്ലോ വെച്ചിട്ട് തിളപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്കിത് വെള്ളം കുറഞ്ഞ് വയ്ക്കുമെങ്കിൽ ഊറ്റുന്ന സമയത്ത് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ ഊറ്റി. അല്ലാണ്ട് ഇതിൽ കൊഴുത്ത് കളിക്കുകയും കട്ടായി പോവുകയും ചെയ്യും. ഈ സേമിയ ഫുള്ളും ഞാൻ എടുത്തില്ല കേട്ടോ. കുറച്ച് ഭാഗം ബാക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ മുട്ട ഇനിയും കൂട്ടി കൊടുക്കേണ്ടിയിരുന്നു. 8 മുട്ടല്ലേ എടുത്തത്. എത്ര അളവൊന്നും ഓർമ്മയില്ലാത്തത് കൊണ്ട് ഞാനൊരു സുമാർ എടുത്ത് ഇങ്ങനെ വെള്ളത്തിലിട്ടതാണ്. വലിയ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഞാൻ ഇതൊക്കെ നേർപ്പിച്ചെടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഒരു കൊഴുപ്പ് വരികയല്ലോ. അങ്ങനെ വെള്ളം ഊറ്റി കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ്റെ കൊട്ടയിൽ ചൂടുള്ള സാധനം നൂറ്റാൻ പറ്റില്ല എന്നൊക്കെ അറിയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അലുമിനിയത്തിൻ്റെ കൊട്ട വലിയതാണല്ലേ. ഇനിയിപ്പോൾ ചെറിയ സേമിയ വല്ലത് അടി കൂടി അങ്ങ് ചോർന്നുകൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക്കിൽ ഊറ്റിയെടുത്തത് കേട്ടോ. കോഴിമുട്ട അടിച്ച് വെച്ചതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച സേമിയം കുറേശ്ശെ അങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി നല്ലോണം യോജിപ്പിച്ചെടുക്കണം. പിന്നിട്ട് മധുരം നോക്കിയിട്ട് പോരായി ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ നോക്കിയിട്ട് മധുരം ഇല്ലാത്തത് കൊണ്ട് പിന്നെയും പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഞാൻ പറഞ്ഞില്ലേ സേമിയ ആയാലും മക്രൂണി ആയാലും നമ്മൾ ഇതിലേക്ക് ഇട്ടിക്കുകയാണെങ്കിൽ ഒത്തിരി മധുരം ഉണ്ടാവില്ല. നമ്മൾ ഈ കോഴിമുട്ടയിലൊക്കെ വേണ്ടിയ മധുരം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഒരു മുട്ടയ്ക്ക് 1.5 സ്പൂണ് പഞ്ചസാര എന്നുള്ള കണക്കിലൊക്കെ ഉണ്ടല്ലോ കേട്ടോ. ഇത് പിന്നെ നമ്മൾ നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. അതിനെക്കൊണ്ട് നമ്മൾ അളവ് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല. ഞാനൊരു സുമാറായിട്ട് ചെരിഞ്ഞ് കൊടുക്കുകയാണ്. നമ്മൾ ആവശ്യം എത്രയാണോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ അങ്ങനത്തെ പേക്ക് പഞ്ചസാര കേട്ടോ വാങ്ങൽ. ആയിട്ട് 2 പേക്ക് സേമിയ ഞാൻ വേവിച്ചതിൽ കുറച്ച് ബാക്കി വെച്ചേക്ക്. അല്ലെങ്കിൽ പിന്നെ 2 മുട്ട കൂടി എടുക്കേണ്ടി കിട്ടും. ഒരു 10 കോഴിമുട്ട എടുത്തില്ലെങ്കിൽ 2 പേക്ക് സേമിയത്തിന് റെഡിയായി കിട്ടുന്നു.
ഇതിലൊക്കെ ആവശ്യമുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കണം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ വറുത്തെടുത്താൽ കേട്ടോ. നെയ്യിലാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുക്കറിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. കുക്കറിൽ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കുകയാണ്. അങ്ങോട്ട് കോരി വെക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക ചെയ്യുക. സേമിയോ മുട്ടൻ്റെ ഇതെല്ലാം കൂടി ഇളക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ ഇളകി കിട്ടില്ല. വെള്ളം മുകളിലായിട്ടും വറ്റടിയിലായിട്ടും ഒന്നും നിൽക്കുന്നില്ല. അങ്ങനെ കേട്ടോ വേണ്ടി രണ്ടും കൂടി ഒരുമിച്ചായി കിട്ടണം. അങ്ങനെ നമ്മൾ കുക്കറിലൊക്കെ ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന് കുറച്ചുകൂടി ബാക്കിയുണ്ട് കേട്ടോ മാവ്. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിങ്ങാനൊന്ന് അടുക്കി മൂടി വെക്കുകയാണ്. നമ്മൾ കുക്കറപ്പം ചുടുമ്പോൾ തന്നെ എടുക്കൊന്ന് ശ്രദ്ധിക്കണം. കോഴിമുട്ട കൊണ്ട് പെട്ടെന്ന് വേകുകയും ചെയ്യും, അടി കരഞ്ഞു പോവുകയും ചെയ്യും. അതിനനുസരിച്ച് നോക്കി ചെറിയ സിമ്മിലായി കൊടുത്താൽ മതി. ഒന്ന് പച്ചിട്ട് ബാക്കിയുള്ള ഞാൻ ചെറിയൊരു കുക്കർ വെച്ച് ഇങ്ങനെ അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൽ ഇത്തിരി വെള്ളം കോഴിമുട്ടേൻ്റെ ഗ്രേവി കുറഞ്ഞു വയ്ക്കിട്ടോ. സേമിയം തന്നെയാണ് അധികം. ഞാനിങ്ങനെ എടുത്ത് ചെരിച്ച് പറഞ്ഞപ്പോൾ ഉള്ള കോഴിമുട്ട ഇതെല്ലാം കൂടി ഫസ്റ്റിലത്തെ കുക്കറിലൊക്കെ പോകുന്ന കിട്ടോ. മുക്കി പാർന്നതല്ലായിരുന്നു. ഇത് ഞാൻ ഫുള്ളായിട്ട് ഒന്നിൽ ഒഴിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ പാർന്നത്. പിന്നെ എനിക്ക് തോന്നി രണ്ടെണ്ണത്തിലാക്കുക, ഒന്നായിട്ട് വെന്തിട്ടൂല. അതിനെക്കൊണ്ട് ഈ കോഴിമുട്ടൻ്റെ അളവ് കുറഞ്ഞു വയ്ക്കും. ഇതിൽ ഇത് നമ്മൾ കോഴിമുട്ടൻ്റെ അളവ് കുറഞ്ഞു വയ്ക്കാൻ മുറിക്കുമ്പോൾ ഒക്കെ പൊടിഞ്ഞ് കളിക്കും. കോഴിമുട്ടയും ഒരേ ഇതിൽ വേണം, അതുകൊണ്ട് സേമിയവും വേണം. ഈ കോഴിമുട്ട അടിച്ചതിൽ സേമിയം നല്ലോണം മുങ്ങി കിടക്കണം. എന്നാലേ നല്ല നന്നായി കിട്ടും കേട്ടോ. ഫസ്റ്റിലത്തെ കുക്കറിൽ പറഞ്ഞ് നിൽക്കുന്നിട്ടോ നന്നായി കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തവും ഞാൻ എടുത്ത് തട്ടിയിരിക്കുന്നിട്ടോ. അത് മുറിക്കാൻ പാകത്തിന് കിട്ടിയില്ല. ഫസ്റ്റിലത്തെ നല്ലോണം മുറിച്ചെടുക്കാനൊക്കെ കിട്ടിയിട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എന്തായാലും കോഴിമുട്ടയാണ് സേമിയോ ആണ്. പിന്നെ ആണെങ്കിൽ നമ്മൾ നെയ്യോ അല്ലേ, നല്ലതാണല്ലോ. അതിനെക്കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. പിന്നെ ആണെങ്കിൽ മക്കൾ ഇതാ തിരെ വാനും ചൂടുണ്ടെന്ന് സമ്മതിക്കില്ല കേട്ടോ. അവർക്ക് എന്തോ കണ്ടിട്ടാണെങ്കിൽ അവർക്ക് വേഗം കിട്ടണം. പക്ഷേ തിന്നാൻ അവർക്ക് വേണ്ട കേട്ടോ. ഇങ്ങനെ കളിച്ചാൽ മതി. കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എന്തോ ഉണ്ടാക്കിക്കുകയാണെങ്കിൽ ഇവരിങ്ങനെ കളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ലാസ്റ്റ് പറഞ്ഞത് കുറച്ചേ ഉള്ളതിന് കേട്ടോ. അതിനെക്കൊണ്ട് ആ വേവ് എന്ത് കിട്ടി നിൽക്കുന്നത്. അതിനെക്കൊണ്ട് അതാണ് ഫസ്റ്റിൽ മുറിക്കുകയും ചെയ്യുന്നത്. ഇവരെ കളി കാണുമ്പോൾ നമുക്ക് റാഹത്താണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ തോന്നും. പക്ഷേ അതിൽ വലിയ തീറ്റയൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിക്കെങ്കിൽ നല്ല വീര്യത്തിൽ അങ്ങനെ പോകുമ്പോൾ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ തോന്നും. അല്ലാണ്ട് ആരും മൈൻഡൊക്കെ ആണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ നമുക്ക് തോന്നൂലല്ലോ. രണ്ടാമത് ഉണ്ടാക്കിയ ഫസ്റ്റ് തിന്ന് കഴിഞ്ഞ് ഫസ്റ്റിൽ ഉണ്ടാക്കിയതിന് ഇപ്പോൾ രണ്ടാമത് തിന്നാൻ വേണ്ടി കട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ചായ ആയിട്ട് കുത്തിരിക്കുന്നില്ല. ചായ ആർക്കും കുടിച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ല. അടിക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിക്കുകയാണെങ്കിൽ ചായ കുടിക്കാനൊരു ഉഷാറാണ് കേട്ടോ. കട്ടൻ ചായ പറഞ്ഞിട്ടാണ് അതിന് എന്തെങ്കിലും ഒന്ന് കൂട്ടി കുടിച്ചെങ്കിൽ റാഹത്ത് ഉണ്ടാവും. എന്തെങ്കിലും ചായ കുടിക്കാനൊരു മനസ്സുണ്ടാവും. എന്തെങ്കിലും ഉണ്ടാക്കിക്കണേ വേഗം ചായ കുടിക്കാനൊക്കെ ഒരു പൂതി ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല പലഹാരങ്ങൾ ഉണ്ടാവും കേട്ടോ. എന്നാലും ചായ കുടിക്കാനൊരു ഉഷാറുണ്ടാവും. അങ്ങനെ നമ്മൾ അപ്പത്തിൻ്റെ ഉള്ളൊക്കെ നോക്കി നിങ്ങൾ സെറ്റായില്ലേ. നല്ല എന്താ ഒരു ഉറപ്പില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഉറപ്പ് കുറഞ്ഞ് പൊടിഞ്ഞു പോകണില്ല. സേമിയാണല്ലോ, കോഴിമുട്ടയല്ലേ, അതിൻ്റേതായതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല സെറ്റ് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാൻ കേട്ടോ. ഉണ്ടാക്കാത്തവരൊക്കെ പിന്നെ ഇതിലും നന്നാക്കി ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ, ഇതിൽ വേറെ എന്തോ കൂട്ടി ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ വേറെ ആരും കണ്ട് ഉണ്ടാക്കിയതും കേട്ടോ. ഞാനിങ്ങനെ മക്രോണിക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സേമിയം വെച്ച് ഉണ്ടാക്കിയതുമാണ്. എന്ത് സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടൊന്ന് ചൂടാണ് ഞാൻ കാത്തിക്കണം കേട്ടോ. ചൂടോടൊക്കെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിചാരിച്ചോണ്ടൊന്നും കിട്ടിയെന്ന് വരില്ല. ചൂട് തന്നെ നാക്കത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാം മുറിച്ച് എടുക്കാനും കഴിയും. പിന്നെ തിന്നാനൊരു പറ്റലും ഒട്ടലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിന് പിന്നെ ഒട്ടയും പറ്റിയൊന്നുമില്ലല്ലോ. കോഴിമുട്ടയും സേമിയോ അല്ലേ. പിന്നെ ഒരു കൈ ക്യാമറയുണ്ട്, ഒരു കൈ കത്തി ഒന്ന് മുറുക്കിയെല്ലാം കൂടി ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റ് ചായ കുടിക്കുകയാണ്. അതിന് വേണ്ടി ഇതാ കട്ടൻ ചായ മധുരം ഇടാണ്ട് നേർപ്പിച്ച് പാർന്നെടുത്താൽ കേട്ടോ. പഞ്ചസാര ഇട്ടിയില്ല. പിന്നെ ചായപ്പൊടി നേരി ചായപ്പൊടി ഇട്ടിയുള്ളൂ. ഇതൊക്കെ എൻ്റെ അപ്പൊക്കെ ലോൺ ചൂടാണ് കിട്ടിയിരിക്കുന്നത്. അവർക്കൊക്കെ മുറിച്ച് കൊടുത്തപ്പോഴേക്ക് ഇതും കൂട്ടി ചായ കുടിക്കട്ടെ കേട്ടോ. എന്നാൽ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ. കുറച്ച് പോരട്ടോ, 160 ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട്. അതിനുള്ള മാവൊക്കെ കുഴച്ചതാക്കി വെച്ചിട്ടോ. കുറേയൊക്കെ പരത്തി വെച്ചിട്ട് എന്നിട്ട് കൂടി ഒന്ന് ചായ കുടിച്ചതാണ്. നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചപ്പാത്തികളൊക്കെ പരത്തിയും ചൂടിയൊക്കെ ചെയ്ത് ലാസ്റ്റ് ഭാഗമാട്ടോ അങ്ങ് കാണിച്ചിരുന്നു. അല്ലാണ്ട് ഫുള്ളൊക്കെ അങ്ങ് കാണിച്ചു തന്നിട്ടാണെങ്കിൽ അങ്ങ് ബോറടിക്കൂലേ. അല്ലെങ്കിൽ എന്തോരം സമയം വേണമല്ലേ 160 ചപ്പാത്തിയൊക്കെ പരത്തി ചൂടാൻ. നമ്മൾ ചപ്പാത്തി ചുടുവെള്ളം കൊണ്ടാട്ടോ കുഴക്കൽ. ചപ്പാത്തിപ്പൊടി തളിച്ച വെള്ളം കൊണ്ട് ഉപ്പിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കലാണ്. അടുപ്പത്ത് വെച്ച് വിരകി എടുക്കലൊന്നുമില്ല കേട്ടോ. അല്ലാണ്ട് തളിച്ച വെള്ളം പാർന്നിട്ട് നല്ലോണം വിരകി എടുത്തിട്ട് അടുപ്പത്ത് വെക്കാണ്ട് ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് കുഴച്ചിങ്ങനെ ഇങ്ങനെ പരത്തി ചുട്ടെടുക്കലാട്ടോ. പൊടിയിട്ട് ഇങ്ങനെ പരത്തുകയും ചെയ്യും. കോയലുമ്മല പരത്തുകയും ചെയ്യുക. ഇങ്ങനെ കറുത്ത പുള്ളിപ്പുള്ളി വന്നിക്കണം. നല്ല രസമല്ലേ ചപ്പാത്തിക്കാണ്. അധികം കരിഞ്ഞു വരുന്നത് ഇങ്ങനെ പുള്ളിപ്പുള്ളി വന്നതിൻ്റെ പാങ്ങോണലാണ്. വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് നമ്മളെ വീഡിയോ കൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ തോന്നിട്ടോ. അല്ല കമൻറ്റ് വായിച്ചപ്പോൾ തോന്നുന്നുണ്ട് അങ്ങനെ. ഒരു മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കണ്ടി. സമയം കിട്ടുമ്പോൾ നിർബന്ധിക്കുന്നില്ല കേട്ടോ. സമയമൊന്നും ആർക്കും ഇപ്പം ഉണ്ടാവില്ല വീഡിയോ കണ്ട് കുത്തിരിക്കാനൊന്നും. എന്നാലുള്ള സമയത്തിന് ഇങ്ങനെ സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ പിന്നെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. കുറച്ച് സംശയങ്ങൾ ഞാൻ ഈ കമൻറ്റിൽ കൂടി തന്നെ തീർത്ത് കൊടുത്ത് കിട്ടും. അങ്ങനെയാണെങ്കിലും കുറേയൊക്കെ തീരാത്ത ഉണ്ടാകുമല്ലോ. പുതുതായിട്ട് കാണുന്നവർക്ക് അങ്ങനെയൊക്കെ തന്നെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്ത ഞങ്ങളും ഞങ്ങളെ ഫാമിലിയും എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഞങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാം. ഞാനെല്ലാം അതിൽ വ്യക്തമാക്കിയിരിക്കുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ചുരുക്കി പറഞ്ഞു തരാം കേട്ടോ. ഞാനും കാക്കയും ഞങ്ങൾക്ക് 2 മക്കളും ആട്ടോ ഉള്ളത്. 2 മക്കൾ 2 മോളാണുള്ളത്. വലിയ മോളും മക്കളും പുയ്യാപ്പളയും ഞങ്ങളെ കൂടെ ഉണ്ട്.
2 ആൺകുട്ടികളാണ് ഒക്കെ ഉള്ളത്. പിന്നെ ചെറിയ മോളും പുയ്യാപ്പിളയും നാട്ടിലാണ്. അവർക്ക് രണ്ടാക്കും നാട്ടിൽ ജോലിയുണ്ട്. മോന് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലാണ്, മോള് കൊടുവള്ളി ഇക്ര ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഒരു രണ്ടും ഒരേ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങളൊരു ചെറിയ ഫാമിലിയാണ് കേട്ടോ. ഒരു ഉമ്മയും ബാപ്പയും 2 മക്കളും 2 പേരക്കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ വലിയ ഫാമിലി ആവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യും. അങ്ങനെ ഞങ്ങൾ മോൻ്റെ ഫ്രണ്ടിൻ്റെ കടൻ്റെ അടുത്ത് എത്തിയാട്ടോ. ഓല് തോന്നുന്നു ഇവർക്ക് കൊടുക്കാമെന്നാണ് വിളിച്ചിരുത്തിയതാണ്, അതിന് പോയതാണ്. പോയി ഇതൊക്കെ പുതിയായി കൊണ്ടുവന്നിട്ട് കേട്ടോ. കൊണ്ടുവന്ന് ഞങ്ങൾ വണ്ടിയിൽ വെച്ചതാണ്. ചായ വേണമെന്ന് വെച്ചാൽ ചായ വേണ്ടാന്ന് പറഞ്ഞാൽ രാത്രി എല്ലാം ചൂടാണല്ലോ. എങ്ങനെ എന്താ മക്കീന ചിക്കനാണ്, മക്കീന കോഴി എന്ന് പറയും. പിന്നെ പൊറോട്ടയാണ് കേട്ടോ. മക്കൾക്ക് എന്തോ ചിപ്സൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ.